ഇതൊന്നും ആരും കണ്ടില്ലേ? അനന്തു അളിയാ, നീ ഇതൊന്നും കണ്ടില്ലേ? എടുത്തു ചോക്കാൻ. സത്യം പറഞ്ഞ ലൈഫ് ഓഫ് അനന്തുവിനെ ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നു. അവൻ ഇവനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഊക്കി വിടും. നീ പറഞ്ഞ പിന്നെ അപ്പീലില്ലളിയാ, എടവും വലവും നോക്കാതെ ഞാൻ ചെയ്തിരിക്കും. മണി ഫിൽട്ടർ ടി മണി വടകുട്ട. ആദ്യം ഒരു കാര്യം പറയട്ടെ, ഞാൻ ജാസ്മിൻ ഫാൻ അല്ല. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ മുല്ലപ്പൂ ആർമിയിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ റൂൾ ബുക്ക് തരും. ആ റൂൾ ബുക്കിനകത്ത് നമ്പർ 1 പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെ പോയി കമന്റ് ഇട്ടാലും ഏത് വീഡിയോ ജാസ്മിനെ പറ്റി ചെയ്താലും ഈ ഒരു ഡയലോഗ് മസ്റ്റാണ്. യവറ്റകൾ ആദ്യം വന്ന് പറയുന്ന ഡയലോഗാണ് ഞാൻ ജാസ്മിൻ ഫാനല്ല എന്നും പറഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. എന്നിട്ടാണ് ബാക്കി തള്ളക്കുള്ളിയും തന്തയ്ക്കുള്ളിയും നടത്തുന്നത്. ഇത് ഇവരുടെ റൂൾ ബുക്കിലുള്ളതാ. ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവർ എവിടെങ്കിലും ഉണ്ടെങ്കിൽ കരുതിക്കോ, നമ്മുടെ മുല്ലപ്പൂ ആർമിയിലെ മെമ്പറാ. അങ്ങനെ ഒരു ഷൊണ്ണാണ്ടിയാണ് ഈ വന്നേക്കുന്നത്. അല്ലാണ്ട് ഇവൻ്റെ താടി എന്തോടെ ഇങ്ങനെ ഇരിക്കുന്നേ? താടിയുടെ അടിയിൽ എന്തോടെ ഒരു സുന ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നേ? എനിക്ക് മാത്രമാണോ അത് കണ്ടിട്ട് വേറെന്തോ പോലെ തോന്നിയത്? എന്തിനില്ല ആവട്ടെ. ബിഗ് ബോസ് മലയാളം സീസൺ 6 സെന്റർ ഓഫ് അട്രാക്ഷൻ ജാസ്മിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സെന്റർ ഓഫ് അട്രാക്ഷനോ? ഏത് വകയില്? മൂക്കളിച്ചിരി എടുക്കട്ടെ അണ്ണാ. ഇച്ചിരി ചായക്കകത്തോട്ട് കലിക്കുന്നുണ്ട്. അത് വാഴത്തോപ്പിലെ കുറുന്താളിപ്പാടാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ ഉദ്ദേശിച്ച്. നമുക്ക് മനസ്സിലാവുന്നില്ല അത് ഏത് വകയിലാണ് ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ. സെന്റർ ഓഫ് ഗ്രാവിറ്റിനൊക്കെ നമ്മൾ വേറെ കേട്ടിട്ടുണ്ട്. സെന്റർ ഓഫ് അട്രാക്ഷൻ ഗബ്രിയുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചതിന്. പക്ഷേ ബിഗ് ബോസിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ഒന്നും പറഞ്ഞേക്കല്ലേ പൊന്നണ്ണായി. എന്താണ് മുന്നക്ക, കുന്നക്ക, അഫ്സലുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ചോര കുടിച്ച് അവരെ വലിച്ച് കീറി അവരെ കുടുംബക്കാരെയും എല്ലാം വലിച്ച് കീറി പൈസ ഉണ്ടാക്കുന്ന കുറെ യൂട്യൂബ് ചാനലുണ്ട്. അവർക്കെതിരെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കെതിരെയാണ് ഗൈസ് വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ സമ്മതിച്ച്, ഞങ്ങൾ യൂട്യൂബേഴ്സ് മറ്റേ ഒരു ഇതുണ്ടല്ല, എലനക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടികളാടേ നിങ്ങളെന്നൊക്കെ. ആടാ ഞങ്ങൾ ചെറുനക്കിപ്പട്ടികളാണ്, സമ്മതിച്ച്. ഈ ചെറുനക്കിപ്പട്ടിയുടെ പറയിലാടാൻ വരുന്ന ഇവനേതാടാ? അടങ്ങിയിരിക്കണ ഇതല്ലാതെ കടന്ന ആട്ടോ. ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ഒരാളാണല്ലോ ഈ ജാസ്മിൻ ജാഫർ. ഈ ലോകത്തിലെ ഏറ്റവും വൃത്തിയായിട്ടൊരു സ്ത്രീയാണല്ലോ ഈ ജാസ്മിൻ ജാഫർ, അല്ലെ? നിങ്ങളുടെ നോട്ടത്തില് ഈ ലോകത്തിലെ ഏറ്റവും വൃത്തിയായിട്ടൊരു സ്ത്രീയാണ് ജാസ്മിൻ ജാഫർ. ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ നിങ്ങൾ എങ്ങും പറഞ്ഞിട്ടില്ല. അടി ഇപ്പൊ യവൻ ഈ 30 സെക്കൻഡിനകത്ത് 3 വട്ടം പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീയാണ് ജാസ്മിൻ ജാഫർ. നീ സത്യം പറഞ്ഞാൽ ഇവളെ സപ്പോർട്ട് ചെയ്യാനാണ് വന്ന് ഡീഗ്രേഡ് ചെയ്യാനാണ് വന്നത്. നമ്മളെവിടെയും പറഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ അങ്ങനെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലേ. വേറെ സ്ത്രീകളൊന്നും തെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല, വേറെ എല്ലാവരും പെർഫെക്റ്റ് ആണ്. ബിഗ് ബോസ് ഹൗസിലുള്ള ബാക്കി എല്ലാവരും പെർഫെക്റ്റ് ആണ്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ജാസ്മിനെ നെഗറ്റീവായി ചിത്രീകരിച്ച് ജിൻഡോ എന്ന് പറയുന്നവനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു? കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സായി അടുത്ത പെണ്ണുമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരാളാണ് ഈ ജിൻഡോ. ഏതാണ് ഈ വാണേശ്വർജി? മിസ്റ്റർ വാണേശ്വർജി നമോ ഭാഗം. എനിക്കതല്ല മനസ്സിലാവാത്തത്. കല്യാണം കഴിക്കുന്നത് ഡിവോഴ്സായിട്ട് വേറൊരു പെണ്ണുമായിട്ട് ജീവിതം നയിക്കാൻ ഇത്രയും വലിയ തെറ്റാണോ? അല്ല ജാസ്മിനകത്ത് എന്തുവാ ചെയ്തേ? എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരുത്തൻ വെളിക്ക് നിർത്തിയിട്ട് അകത്ത് പോയി വേറെ ഒരുത്തനുമായിട്ട് ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട് പ്രേമം പിടിച്ചു വെച്ചേക്കോ. അപ്പം മുട്ടി എന്നും പറഞ്ഞ് അകത്ത് കടന്ന് കുറുന്താളിപ്പിച്ച് പുറത്ത് നിൽക്കുന്നവനും തേച്ച് അകത്ത് നിൽക്കുന്നവനും തേച്ച് അതിന് മുമ്പ് 2-3 വേറെ തേച്ച് മൊത്തത്തിലൊരു തേപ്പ് ജീവിതമാണ് അവിടത്. എന്നിട്ട് അവളെ അടുത്ത് പറയാം. എന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിൻഡോ എടുത്തിട്ട് പറയുന്നു ജിൻഡോ ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് വേറൊരു പെൺകൊച്ചിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നവനാണെന്ന്. അതിനകത്ത് ഇപ്പം എന്തുകൂടെ തെറ്റ്? അവള് കാണിച്ചു തന്നു നിനക്ക് ഒരു കുരുവായിട്ട് തോന്നില്ലേ? എനിക്കത് മനസ്സിലാവാത്തത്. ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളെ പരമാവധി ഡീഗ്രേഡ് ചെയ്യുന്ന ഈ ഒരു മെന്റാലിറ്റി ഇനി നിർത്താറായില്ലേ? വെറും 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളെ പരമാവധി ഡീഗ്രേഡ് ചെയ്യുന്നു. ഇപ്പം ജാസ്മിൻ്റെ ആ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം ഞാൻ ഒരു വോയിസ് കേൾപ്പിക്കാം ഗൈസ്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. അതൊന്ന് കേൾക്കണം. അതിൻ്റെ നല്ലൊരു വോയിസ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം വിടാം. അതുമല്ല ഇവർ കുറെ പൈസ ചെലവാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പേരിൽ. അതായത് ഈ ഒരു ബിഗ് ബോസിന്റെ ഇതില് എങ്ങനെയെങ്കിലും ഇപ്പോഴേ ജാഫർക്ക് നാട്ടിൽ പറഞ്ഞു നടക്കുന്നത് എന്താ പറയാ, ജാസ്മിനെ വിൻ ചെയ്യത്തുള്ളൂ അങ്ങനെയാ പറയുന്നത്. കാരണം അവൻ അതിനുള്ള എന്തെങ്കിലും സെറ്റപ്പ് നോക്കണുണ്ട് നല്ലപോലെ.
നല്ലപോലെ പൈസ ഇറക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. കാരണം ഈ നാട്ടിലെ തന്നെ കുറെ കുടിയന്മാർക്ക് ഇങ്ങനെ കള്ളും വാങ്ങിച്ച് ഫുഡും വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് ഊട്ടി കഴിക്കുക. പിന്നെ ഹോട്ട്സ്റ്റാർ എത്രയോ പേർക്ക് റീചാർജ് ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങളിപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരും. റീചാർജ് എന്നിട്ട് ജാസ്മിൻ്റെ നാട്ടുകാരി, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഇന്ന് അയച്ച വോയിസ് മെസ്സേജാണ്. ജാഫർക്ക അവിടെ ഭയങ്കര PR വർക്ക് നടത്തുവാണ്. കള്ള് മേടിച്ചു കൊടുക്കുന്നു, ഫുഡ് മേടിച്ചു കൊടുക്കുന്നു, ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്ത് കൊടുക്കുന്നു, മോക്ക് വാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എടേ ഇതൊക്കെ ഫെയർ ആണോടാ? എടാ നീ ഈ കടന്ന് കുറുന്നാളിക്കുന്നത് ഇതൊക്കെ ഫെയർ ആണോടെ? ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ എൻ്റെ അവസാനം പ്ലേ ചെയ്യാൻ കേട്ടോ, എന്നിട്ട് നമുക്ക് അതുകൂടെ റിയാക്ട് ചെയ്യാം. ജാഫർക്ക് ഇപ്പോഴും ഉറപ്പിച്ച് മോക്കാണ് ഗപ്പെന്ന്. മോക്ക് ഗപ്പ് എന്നും പറഞ്ഞ് ഫുൾ പെർഫോമൻസിലാണ് ഇപ്പോൾ അവിടെ, മനസ്സിലായി? അന്നേരം മോക്ക് ഗപ്പെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകിൽ എന്തൊരോ ഒരു ഇതുണ്ട് കേട്ടാ. എൻ്റെ ഒരു ആഗ്രഹം ജാസ്മിന് കപ്പ് കിട്ടണമെന്നാണ്. ജാസ്മിന് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 കൊണ്ട് ഏകദേശം ഈ പരിപാടി നിർത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 7 ഇവന്മാർ ഈ പരിസരത്തോട്ട് പിന്നെ വരുത്തില്ല. ജാസ്മിന് കപ്പ് കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, ഉള്ള കാര്യം പറയല്ലോ. സർവേഷനോട് പ്രാർത്ഥിക്കുകയാണ്, കാരണം അവർ ബിഗ് ബോസിന് പുറത്തിറങ്ങി കഴിഞ്ഞാലും ആ പെൺകുട്ടിക്ക് ജീവിച്ചിരിക്കാനുള്ള ഒരു മനഃശക്തി കൊടുക്കണമെന്ന്. നീ നല്ല രീതിയിൽ പ്രാർത്ഥിക്കടാ മോനെ. കാര്യം വെച്ചാൽ ദൈവം വരെ കൈവിട്ട കേസ് കേട്ടോ. കമന്റുകൾ വായിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഇറിറ്റേഷൻ വന്ന് ശരിക്കും ഡിപ്രഷനിലോട്ട് പോകും. ആ തരത്തിലുള്ള കമന്റ്സുകളാണ് ഇടുന്നത്. അതും 45, 35, 40, 50 വയസ്സുള്ള അമ്മച്ചിമാരും കൊച്ചു 22, 23 വയസ്സുള്ള പെമ്പിള്ളേരും. ഇവിടെ കമന്റ് സെക്ഷനിൽ എന്തുകൊണ്ടാണ് പേരിൻ്റെ ഒപ്പം അല്ലെ വയസ്സ് എഴുതി കാണിക്കാൻ തുടങ്ങിയത്? ഇല്ല, നമ്മൾ കാണുന്ന കമന്റ് സെക്ഷനിൽ വയസ്സൊന്നും എഴുതി കാണിക്കത്തില്ലല്ലോ. ഇപ്പോൾ സുമലത 47 വയസ്സ്, ജാസ്മിൻ കൂതറക്കളി, ഇങ്ങനെയാണോ ഇപ്പോൾ കമന്റ് സെക്ഷനിനകത്ത് കമൻറ്റ് വരുന്നത്? ഇവന് കൃത്യമായിട്ട് വയസ്സൊക്കെ അറിയാമെന്ന്. അല്ല ഇവനെന്തിനാ ഡിപ്രഷൻ ആവുന്ന കമൻറ്റ് കണ്ടിട്ട്? അല്ല ഇവൻ്റെ മുഖം നോക്കട്ടെ, മുഖം മറ്റേ താടി, ഗബ്രിയുടെ കൂട്ടത്തെ താടി, ഏകദേശം ഒരു ഓവൽ ഷേപ്പ് മുഖം. ആ ഒരു മുഖമുള്ള ഒരു ജാസ്മിൻ്റെ കുറ്റിയാ. ഗബ്രി, അഫ്സൽ, മുന്നാക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലത്തെ മുഖമാണ്, ഒരു ഷേപ്പാണ്, താടിയൊക്കെ ഒരുപോലെ ആണ്. അതുപോലെ തന്നെ ആണ്ട് ഇവൻ്റെ നോക്ക് കണ്ട, ഇവ കുറ്റിയും കണ്ട കേട്ടോ. ചുമ്മാ അല്ല അണ്ണൻ ഇത്ര ഡിപ്രഷൻ ആവുന്നത്, അത് സംഭവതാ. ലോകത്തിലെ ഏറ്റവും വൃത്തിയായിട്ട് സ്ത്രീയാണല്ലോ ഈ ജാസ്മിൻ ജാഫർ. അതിലും വലിയ വൃത്തിയായിട്ട് സ്ത്രീകളില്ല അല്ലേ? ഇതൂടെ കൂട്ടി 6ാമത്തെ 7ാമത്തെ തവണയും കണ്ടാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയായിട്ട സ്ത്രീ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. സത്യം പറ, നീ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ആരും അവളെ വൃത്തിയായിട്ട സ്ത്രീ, ലോകത്തിലെ ഏറ്റവും വൃത്തിയായിട്ട സ്ത്രീ നമ്മൾ വിശേഷിപ്പിച്ചിട്ടില്ല. യവൻ ഈ പറഞ്ഞത് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിടല്ല, ഇവനൊന്നും പറയാനറിയത്തില്ല. ഇവൻ ഈ പറഞ്ഞത് തന്നെ ഈ വീഡിയോ ഫുള്ളൊന്ന് കണ്ടാൽ മനസ്സിലാവും. ഇവ ഒരു വാക്ക് ഒരു 15 വട്ടമെങ്കിലും റിപ്പീറ്റ് അടിക്കുന്നുണ്ട്. ഈ വെടലേശൊക്കെ ഏത് മാളത്തിന് ഇറങ്ങി വരുന്നു എന്തോ. അവളെ വലിച്ചു കീറി, അവളെ ജീവിതത്തെ കുറിച്ച് സംസാരിച്ച്, അവളെ വീട്ടുകാരെ കുറിച്ച് സംസാരിച്ച്, അവളെ ഭാവി വരനെ കുറിച്ച് സംസാരിച്ച്, മുൻകാമുകിനെ കുറിച്ച് സംസാരിച്ച്, എന്തിനാടോ ഇങ്ങനെ ശവന്തിന്ന് ജീവിക്കുന്നത്? ഞാൻ കുറെ യൂട്യൂബേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ ശവന്തിന്ന് ജീവിക്കുന്നത്? ജാസ്മിനെ നമ്മളൊരു ശവമൊന്നും വിളിച്ചിട്ടില്ല, ഇവനിപ്പോൾ ശവമൊന്നും വിളിച്ച്. ഭാവി വരൻ, മുൻകാമുകൻ, തസ്തികകൾ ഇനിയും ഉണ്ട്, നീണ്ടു പോവും. ഇവനെല്ലാം ഭയങ്കര ക്രെഡിറ്റ് പോലെയാണ് പറയുന്നത്. മുൻകാമുകൻ, ഭാവി വരൻ, ഇനി ഭാവി വരനെ തേക്കാനുള്ള അടുത്ത വരൻ, ഇനി അടുത്ത കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്ത് പാടാ ഇത് കുറേ ഉണ്ടല്ലോ തസ്തികകൾ. ഇന്നത് നീ തസ്തികപ്പെടുമെന്നാണ് നമുക്കറിയേണ്ടത്. സ്റ്റെപ്പിനി തസ്തിക വല്ലതും ആണോ അണ്ണൻ? അല്ല എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുമോ? അവളെ തെറി വിളിക്കുന്നതിനെ കാണുമ്പോൾ ഡിപ്രഷനിലോട്ട് പോകുന്നു. അല്ല എവിടെ മുല്ലപ്പൂ ഫാൻസ് വന്ന് തെറി വിളിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഓരോ പയ്യന്മാരെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും. അണ്ണാ ജാസ്മിൻ്റെ ഒരു വീഡിയോ ഇട്ടെൻ്റെ അടി വന്ന കമൻ്റ് ആണെന്നും പറഞ്ഞിട്ട് ഓരോരുത്തന്മാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരും. കണ്ടാൽ അറയ്ക്കുന്ന കമൻറ്റ്, അത്രയ്ക്കും വൃത്തികെട്ട കമൻറ്റ്. എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വരുന്നുണ്ടായിരിക്കും, കാര്യം ഞാൻ കാണുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ അപ്പൻ്റെ കമൻറ്റ് ഞാൻ ഇടും, അത് വേറെ കാര്യം. ഞാൻ എൻ്റെ വീഡിയോയിൽ മാത്രമേ അല്പമെങ്കിലും മാന്യത കാണിക്കാറുള്ളൂ, കമൻറ്റ് സെക്ഷനിൽ നോ മാന്യത. തെറിവിളി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കുറച്ച് ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ തെറികളുണ്ട് സ്പെഷ്യൽ, അത് വേറെ അങ്ങും കിട്ടൂല. ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താൽ പോലും ആ മാതിരി ഐറ്റം കിട്ടൂല. അത് ഞാൻ അങ്ങോട്ടെടുത്ത് അങ്ങോട്ട് ഇടും, അത് സഭയിൽ പറയാൻ കൊള്ളത്തില്ല, മനസ്സിലായോ? ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമേ ഇച്ചിരി മാന്യത കാണിക്കുന്നു, അല്ല പൊന്നെ മോനെ അറിയാത്തോണ്ട. ഒരു കൊച്ചു 23 വയസ്സായ പെൺകുട്ടിയെ വന്ന് പറയുന്നതിന് ഒരു മാന്യത വേണ്ടേ? അമ്മ കുറേ നേരമായിട്ട് പറയുന്നല്ലോ 23 വയസ്സ്. അല്ലെ ജാസ്മിനെ കണ്ട 23 വയസ്സെന്ന് തോന്നിക്കുക. അവൾ തന്നെ പറയുന്നുണ്ട് ബാപ്പാൻ്റെ 50 ലക്ഷം രൂപയുടെ കടം, ബാപ്പായ്ക്ക് കാറ്, വീട്. 23 വയസ്സുള്ള ഈ പൊടിക്കൊച്ച് 2 കാമുകന്മാരെ നേരത്തെ തേച്ച്. അത് ഓൺലൈനിൽ നല്ല രീതിയിൽ ചർച്ചയായിരുന്നു. ഒരെണ്ണത്തിനെ ബിഗ് ബോസിൽ പോയി ഏഷ്യാനെറ്റിൻ്റെ സ്ക്രീനിൽ കൂടെ വന്ന് തേച്ച്, അത് നല്ല രീതിയിൽ ചർച്ചയായി. ഇവള് തേക്കുന്നതല്ല ഓൺലൈനിൽ കിടന്നല്ല യൂട്യൂബിൽ നല്ല തിളങ്ങി വെടിപ്പായിട്ട് നിൽക്കുന്നുണ്ട്. 23 വയസ്സുള്ള കൊച്ചിൻ്റെ കയ്യിലിരിപ്പാണോ ഇതൊക്കെ? 10-30 വയസ്സുള്ള പെൺപിള്ളേർ ഒരു ഇത്രയും
ഇത്രയും അങ്ങ് മെച്ചോർഡായിട്ട് ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരമാണ് ഇവൻ ഈ പറയുന്നത് 23. ഇനി ഇവർക്ക് 23 തന്നെയാണോ, തിരിച്ചിടുമല്ലോ 32 വല്ലതും ആണോ? അതെനിക്ക് സംശയമില്ലാതില്ല. ഇനി തെറ്റിയത് വല്ലതും ആണോ 23 എന്ന് പറയാൻ? ഇനി മേലെ 23 വയസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവന്മായിട്ട് വന്നേക്ക്. നിനക്ക് അത്രയ്ക്ക് തെണ്ണമാണോ, നീ പോയി കെട്ടറാ, അതായിരിക്കും നല്ലത്. പാവം കൊച്ചു എന്ത് തെറ്റ് ചെയ്തു? ആ ബിഗ് ബോസ് ഹൗസിൽ വന്നു, അതിന്റെ ഇതിൽ അത് സംസാരിച്ച് ജിൻഡോക്കെതിരെ ഗെയിം കളിക്കുന്നു പറയാം. അതിനെ പരമാവധി അതിന്റെ എന്റെ അമ്മ എങ്ങനെയൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യോ? ജാസ്മിനെക്കാളും ലോക വൃത്തിയായിട്ട് സ്ത്രീകളാണ് ഇതിന്റെ ഇടയിൽ വന്ന് കമന്റ് ചെയ്യുന്നത്. നിങ്ങളുടെ നിലവാരം എന്ന് മനസ്സിലാവും. ജാസ്മിനെതിരെ കമന്റ് ചെയ്യുന്ന നിങ്ങളുടെ നിലവാരം ഇതിൽ നിന്ന് മനസ്സിലാവും. നിന്റെ നിലവാരം ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പാപം കൊച്ചി അവിടെ ഒന്ന് ഗെയിം കളിച്ച് പയ്യ സൈഡിൽ ഇരുന്നൊരു മൂലയ്ക്ക് പോയിട്ടിരുന്ന് കുറുന്തളിച്ച് എൻ്റെ തപ്പറി എന്നും പറഞ്ഞ് പോയിരുന്നു കുറുന്തളിച്ച് ഗെയിം കളിച്ച്. അതിനാണോ നിങ്ങൾ എല്ലാവരും കൂടെ കൊച്ചിനെ ഇങ്ങനെ പറയുന്നത്? ഗെയിം കളിച്ച് ഒരുത്തിനെ തേച്ച് അവനെ മടക്കി പെട്ടിയിലാക്കി വെച്ചു കൊടുത്ത് ഗബ്രിക്കും കുറേ ചീത്തോളി കഴിച്ചു. അവിടെ വാപ്പാടെ കയ്യിൽ നിന്ന് വരെ ഇങ്ങനെ ചീത്ത വിളിച്ചു. അല്ല, അവിടെ വാപ്പയ്ക്കില്ലെന്ന് തരണമാണല്ലോ ഇവന്. അവിടെ വാപ്പ തന്നെ വന്ന് പറഞ്ഞ് അവിടെ ഗെയിം ശരിയല്ല, അവൾ പോകുന്ന റൂട്ട് ശരിയല്ല. എന്നിട്ട് അന്നേരമാണ് ഇവൻ വന്നിട്ട് പറയുന്നത് പാവം കൊച്ചി അവൾക്ക് തോന്നിയ പോലെ ഗെയിം കളിച്ചെന്ന്. നമ്മളിതൊക്കെ കാണുന്നുണ്ട്, അല്ലാതെ ചന്തിയും തിരിഞ്ഞല്ല നമ്മൾ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇവനേതാ ലോകത്ത് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു. സ്വന്തം മകളെ അച്ഛൻ പീഡിപ്പിച്ച് കൊല്ലുന്നു. ഒരു കാമുകി മൂന്നോ നാലോ വർഷം ഒരാളെ പ്രേമിച്ചിട്ട് അയാളെ വേണ്ടെന്ന് പറയുമ്പോൾ ആസിഡ് അറ്റാക്ക് നടത്തി അയാൾ ആ പെൺകുച്ചിനെ കൊല്ലുന്നു. കൂട്ടുകാർ ഒന്നായി ചേർന്ന് റേപ്പ് ചെയ്ത് കൊല്ലുന്നു. ഒരാളെ വേണ്ടാന്ന് പറഞ്ഞതിന്റെ രീതിയിൽ ഒരാളെ വേണ്ടാന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു കൊച്ചിനെ നടുത്തെരുവിലിട്ട് ആസിഡ് വെച്ച് കത്തിക്കുന്നു. കൂട്ടുകാരെന്ന് പിടിച്ചോണ്ട് പോയി ബലാത്സംഗം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കുന്നു. അവരെ പേഴ്സണൽ ഭാഗത്ത് കമ്പി കുത്തി കയറ്റുന്നു. ഇതൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ട. ഇതിനെക്കാട്ടൊക്കെ വലിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെക്കാട്ടൊക്കെ വലിയ തെറ്റാണല്ലോ ഈ ജാസ്മിൻ ജാഫർ ചെയ്യുന്നത്. ശരിക്കും ഈ ജാസ്മിൻ ജാഫറിനെ കുറിച്ച്, അവരെ പഴയ കാമിനെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ച് പൈസ ഉണ്ടാക്കുന്ന യൂട്യൂബ് ചാനൽ വെറും പുച്ഛം മാത്രം. നിങ്ങൾക്ക് ശബ്ദം ജീവിക്കാം. ഒരു മാന്യത വേണം, ഒരു മാന്യത. ഇപ്പൊ എത്രാമത്തെ തൊട്ടോ ഇവളെ ശവമെന്ന് വിളിക്കുന്നത്? എനിക്ക് ഒരു കാര്യം എന്തെങ്കിലും മനസ്സിലായി, ഇവന്റെ കുരു കൊട്ടിയിലെ ചെമ്പരത്തിപ്പൂ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ജാസ്മിന്റെ പ്രവൃത്തിയും ഇവൻ പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇവൻ എന്തുവാ പറയേണ്ടത് അറിയത്തില്ല. ആസിഡ് അറ്റാക്ക്, പീഡനം ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ജാസ്മിൻ കുറച്ച് വെളുക്കും എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ എടുത്ത് പറയുന്നത്. ഭയങ്കര സാമൂഹിക പ്രതിബദ്ധതയുള്ള മൊണ്ണേശാണെന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങളാണ് ഇവൻ ആദ്യമേ മറ്റേ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നീ എന്തിനൊക്കെ കിടന്ന് കുരച്ചിട്ടും ഒരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, അവക്കൂടെ തോന്നണം അവളൊന്ന് വെളുക്കണമെന്ന്. ആദ്യം ബാപ്പ വിളിച്ച് കൺഫെഷൻ റൂമിൽ കിടന്ന് കുറേ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് സായി പോയി പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് വീട്ടുകാർ ചെന്നപ്പം വീട്ടുകാരുടെ രീതിയിൽ എല്ലാവരും പറഞ്ഞ്, ബാക്കിയുള്ള വൈൽഡ് കാർഡ് എല്ലാവരും വന്നും പറഞ്ഞ്, ലാലേട്ടൻ വരെ വന്ന് ക്ലൂ കൊടുത്ത്, ഇത്രയൊക്കെ നടന്നിട്ടും അവക്കൊരു മാറ്റം ഇല്ലെങ്കിൽ നമ്മുടെ കുറ്റമല്ല. അതായത് നീ ഒന്ന് മനസ്സിലാക്കി. എന്നിട്ട് കിടന്ന് തുള്ളിക്കളി. ഓരോരുത്തരുടെ ജീനിനകത്ത് ഇതൊക്കെ ഉള്ളതാണ്. ആ ഒരു സാധനം അവിടെ ജീനിനകത്ത് നല്ല രീതിയിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അവളിനി എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ നോക്കിയാലും അതിങ്ങനെ തള്ളി പുറത്തോട്ട് വരും. ഇതുപോലെ കുറേ കോമഡി ഫാൻസ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കില്ലയോ എൻ്റെ പൊന്നി. ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് കാണാം ഗൈസ്. നമ്മുടെ ജാഫർ ഖാൻ്റെ ഒരു കളികൾ, ഇപ്പോഴത്തെ കളികൾ. ജാഫർക്ക് ഇപ്പോൾ അവിടെ കിടന്ന് മെഴുകുകയാണ്, മോക്ക് കപ്പ് ഉറപ്പിച്ചിരിക്കുക. ജാഫർഖാനെ നാട്ടുകാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ എനിക്ക് അയച്ചു തന്ന ഒരു വോയിസാണ്, ഞാൻ അത് കേൾപ്പിക്കാതെ. ബോസ് കണ്ടസ്റ്റന്റ് ജാസ്മിന്റെ വാപ്പ ജാഫർ അങ്കിളിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അങ്കിൾ ഫസ്റ്റ് ടൈം നമ്മുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ ഉണ്ടോ? ഹോട്ട്സ്റ്റാർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരാം ജാസ്മിനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഹോട്ട്സ്റ്റാർ ഉണ്ട്, നമ്മൾ എന്നും ഷോ കാണാറുണ്ട്, നമ്മൾ റീചാർജ് ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്, നമ്മൾ എന്നും വോട്ടും ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ദിവസം നമ്മൾ അങ്കിളിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരടുത്ത് ചോദിക്കുന്നത് കേൾക്കുന്നത്, നിങ്ങൾ നമ്പർ തരുമോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരടുത്ത് നമ്പർ വാങ്ങും. ഇപ്പോൾ ഒരാളുടെ അടുത്ത് നിന്ന് നമ്പർ ഇപ്പോൾ വാങ്ങിയിട്ട് അങ്കിൾ പറയും നിങ്ങളുടെ നമ്പറിൽ ഒരു OTP വരും, ആ OTP എനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ എൻ്റെ മോൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ കുറേ പേരുടെ അടുത്തുനിന്ന് കുറച്ച് ഹ്യൂജ് ആയിട്ട് കുറച്ച് പേരുടെ അടുത്തുനിന്ന് അങ്കിൾ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് വോട്ടും ചെയ്തിട്ട് അങ്കിൾ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് 1000-ലധികം വോട്ട് ചെയ്തു എന്ന്. അത് പറയുന്നത് മൺഡേയാണ്. അപ്പം നമ്മുടെ വോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു 6 days ഉണ്ടല്ലോ. അപ്പോൾ 1000-ലധികം വോട്ട് ഒരു ദിവസം ചെയ്യുമെങ്കിൽ ഈ 6 ദിവസം 6000-ലധികം വോട്ട് ജാസ്മിന് കിട്ടും. ഓക്കെ, അതല്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അങ്കിൾ സ്വന്തമായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു ഇതില്ല. കാരണം നമുക്ക് അങ്കിളിനെ കുറേ ഒത്തിരി ആയിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ആളെ നമുക്ക് അറിയാവുന്നിടത്തോളം ആളുടെ ബുദ്ധിയിൽ വന്ന ഒരു കാര്യമേ അല്ല ഇത്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അങ്കിള്. ഞാനെന്ന് വെച്ചാൽ ഒരു 6 വർഷത്തോളമായിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ഒരു വോട്ടും മറ്റേ സൈഡിൽ ഒരു ബൾക്ക് വോട്ടും അവർക്ക് മറ്റൊരു കണ്ടസ്റ്റൻസിന് കിട്ടുമ്പോൾ
പ്രേക്ഷകൻ എന്ത് വാല്യൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്കിതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇതിപ്പം ജാസ്മിൻ എന്റെ നാട്ടുകാരി ആയതുകൊണ്ട് ഞാനിത് അറിഞ്ഞു. ഇതിപ്പം വേറെ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടാവാം മേ ബി, പക്ഷെ ഇവിടെ നടന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ ഇങ്ങനത്തെ കളികളൊക്കെ ഉണ്ട്. സ്ട്രോങ് PR ജാസ്മിന് നടക്കുന്നുണ്ട് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് PR നടക്കുന്നുണ്ട്. പുള്ളിക്കാരി പറഞ്ഞ കുറേ കാര്യങ്ങൾ, കുറേ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ്റെ PR വർക്കിൽപ്പെട്ട കുറച്ചധികം പ്രമുഖരുടെ പേരുകൾ, സുന ചേച്ചി, അതുപോലെ തന്നെ പെൺകഴുത, അതുപോലുള്ള കുറേ ടീംസൊക്കെ വരുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ജാഫർക്ക് രണ്ടും കൽപ്പിച്ചാണ് മോക്ക് ഗപ്പ് മേടിച്ച് കൊടുത്തേ പറ്റത്തോളെന്നും പറഞ്ഞിരിക്കുകയാണ്. അമ്മാതിരി PR വർക്കാണ്. കുടിയന്മാർക്ക് കള്ള് മേടിച്ചു കൊടുക്കുന്നു, ഫുഡ് മേടിച്ചു കൊടുക്കുന്നു, ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്ത് കൊടുക്കുന്നു, ഓരോരുത്തരുടെ 100 മേടിച്ച് ഹോട്ട്സ്റ്റാർ പുള്ളിയുടെ ഫോണിൽ ലോഗിൻ ചെയ്തിട്ട് അതിനകത്തുനിന്ന് വോട്ട് ചെയ്യുന്നു. കഷ്ടപ്പാട് നോക്കണേ, ഒരു ബാപ്പാടെ രോദനം നോക്കണേ. ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. 24/7 പുള്ളിക്കാണോ ബ്ലോക്ക്, പുള്ളിയുടെ ബ്ലോക്കൊക്കെ പോയി ഓടി തീർന്നാണില്ല. ഇത്രയും ഹേറ്റൊക്കെ ഉണ്ടാക്കിയിട്ടും ജാസ്മിൻ ഇപ്പോഴും അതിൻ്റെ അകത്ത് നിലനിൽക്കുന്ന എങ്ങനെയാണെന്ന് ഇപ്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ പല കാര്യങ്ങളും ഇനി പുറത്തു വരാനുണ്ട്. നമുക്ക് അതൊക്കെ വഴിയെ പുറത്തു കൊണ്ടുവരാം. പക്ഷെ ജാസ്മിൻ കപ്പടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാര്യം എന്ന് വെച്ചാൽ ജാസ്മിന് കപ്പടിച്ചാൽ കേരളം കത്തും, ഉറപ്പാണ്. ജാസ്മിന് കപ്പടിച്ചു കഴിഞ്ഞാൽ ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ നാട്ടുകാരിറങ്ങി ചോദ്യം ചെയ്യും. പിന്നെ വോട്ടിംഗ് റിസൾട്ട് വരെ ഏഷ്യാനെറ്റിന് പുറത്ത് വിടേണ്ടി വരും. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ അടിത്തറ ഇളകും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ജാസ്മിന് നല്ല വോട്ട് നമ്മുടെ ജാഫർ കഷ്ടപ്പെട്ട് മേടിച്ച് കൊടുത്താലും അകത്തിരിക്കുന്നവന്മാർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ജാസ്മിന് ഗപ്പ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള മുല്ലപ്പൂ ഫാൻസിൻ്റെ വീഡിയോ എല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ മതി. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ലയോ? ഇല്ല. അപ്പോൾ ശരിയെങ്കിൽ ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.